അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. സാമ്പാർ, തോരന്, വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. പിന്നെ മീൻ പീര പറ്റിച്ചത്, മീൻ മുളകിട്ടത്, പിന്നെ ഫിഷ് റോസ്റ്റ്. കഴിക്കട്ടെ. ഇതിൻ്റെ മത്തി വറുത്തിട്ട മുളകിട്ടത് കുറേ ദിവസങ്ങളിരിക്കും. വെറുതെ നമ്മൾ മുളകിട്ട് ഇത് വെച്ചേക്കുന്നതിനേക്കാട്ടിലും പുറത്ത് തന്നെ വെച്ചിരുന്നാലും 2-3 ദിവസമൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് അത് മത്തി ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മുളകിട്ടുന്നു. അതുകൊണ്ട് കൂടുതൽ ദിവസം ഇരിക്കും. അപ്പം ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമാകുന്നു. ഓക്കെ, ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. ഇന്ന് കൂടുതലും ഫിഷ് വിഭവങ്ങളാണ്. ഇത് നമ്മുടെ മത്തി ഫ്രൈ ചെയ്തിട്ട് മുളകിട്ടത്, ഇത് പച്ചക്കായ തോരൻ, ഇത് തന്നെ കുറച്ച് മത്തി എടുത്ത് പീര പറ്റിച്ചു, പിന്നെ ഇത് അയല റോസ്റ്റ് ചെയ്തത്, പിന്നെ സാമ്പാർ, ഇതുപോലെ മോര് കച്ചത് തീർന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉലുവായും കടുവും ഒക്കെ ചേർന്നുള്ള നല്ല ടേസ്റ്റാണ്. അതാണിത്. അപ്പോൾ ഇത്രയും വിഭവങ്ങളുണ്ട്. ഇന്നും നാളെയൊക്കെ കഴിക്കാനുള്ള ഫിഷ് വിഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇന്നും ഉണ്ടാക്കിയതാണ്. മീൻ പീര പറ്റിച്ചത് മാത്രം ഇന്നലെ വൈകിട്ടുണ്ടാക്കി. ബാക്കി എല്ലാ വിഭവങ്ങളും ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. 2 സ്പൂൺ എണ്ണയിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു വലിയ തക്കാളി, പകുതി തക്കാളി, ഉപ്പ്, കുടംപുളി, ഇത്രയും ചേർത്തതാണിത്. ചെറിയ അയലയാണ്, 5 അയലയുണ്ട്. അതിന് ഇത്രയും മതിയാകും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, ഉലുവാപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്കും ഇത് മീൻ അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി പുരട്ടി വെച്ച അയലയാണിത്. വെട്ടി വരഞ്ഞ് വെച്ചിരിക്കുകയാണ്, ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതും കൂടെ ചേർക്കണം. ഹൈ ഫയറിലോട്ടാക്കാം. ഉപ്പ് പാകത്തിനാക്കണം. കുടംപുളിക്ക് പകരം വിനാഗിരി ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ വാളംപുളിയും ചേർക്കാം. ഞാൻ കൂടുതലും മീനിന് കുടംപുളിയാണ് ചേർക്കുന്നത്, മറ്റേ പുളി അധികം ചേർക്കാറില്ല. കുടംപുളി കയ്യിൽ സ്റ്റോക്കില്ല എന്ന് വന്നാൽ ഞാൻ അതും ഉപയോഗിച്ചിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. കൂടുതൽ ഇങ്ങനെ അങ്ങ് ശീലമായിപ്പോയി. തിളയ്ക്കട്ടെ. ഇത് സാധാരണ വെക്കുന്ന ഒരു മുളക് ചേർത്ത ഫിഷ് കറിയാണ്. ആ ഫിഷ് കറിയിൽ ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്, സവാള ചേർക്കാറില്ല. ഇത് സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഈ മസാലയും എല്ലാം കൂടെ ചേർത്ത് മീനിൽ വെന്ത് പറ്റി ചാറ് കുറുകിയിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഞാൻ ഉണ്ടാക്കിയ പേരാണ് ഫിഷ് റോസ്റ്റ്. സാധാരണ അങ്ങനെ ആരും വലിയ ഫിഷ് റോസ്റ്റൊന്നും ചെയ്യാറില്ല. ചാറ്, ഇതിൻ്റെ ഗ്രേവി ആർക്കും വേണ്ട. മക്കൾ വന്നാലും കൊച്ചുമക്കൾ വന്നാലും ഹസ്ബൻഡായാലും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയത് വെറുതെ ചാറ്, അത് മുഴുവനും കുറേയൊക്കെ ഞാൻ ഉപയോഗിക്കും. നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കഴിക്കാം. ഇല്ല എങ്കിൽ ഇത് വെറുതെ ആയി പോകണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു പരിപാടിയാണിത്. ഇതാകുമ്പോൾ ഓരോന്ന് ഫിഷിനോട് ചേർന്ന് തന്നെ ആ മസാലകളും ചാറും ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റാണ്, ഇഷ്ടമാണ്. പൊതുവെ ആർക്കും അത് എരിവ് വേണ്ട. ഹസ്ബൻഡൊക്കെ നേരത്തെ നല്ല പോലെ എരിവ് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല, ഏജൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട. 2 മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും വേണ്ട എരിവ്. എന്നും ഫിഷ് ഫ്രൈ വേണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് സെയിം പ്രൊസീജിയറാണ്. ഇത് ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ
നമുക്കിതുപോലെ വാഴയിലയിലോ അല്ലെങ്കിൽ ഫ്രൈങ് പാനിൽ വാഴയില വെച്ച് നമുക്ക് മീൻ റോസ്റ്റ് നമ്മുടെ എന്താണ് വാഴയിലയിൽ പൊള്ളിച്ച മീൻ അതിൻ്റെ ഒരു പ്രൊസീജിയറാണിത്. ഇതിനെ ഞാൻ ഇതിനകത്ത് തന്നെ അങ്ങ് ശരിയാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർക്കാം. സ്പേസ് ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. അല്പം മസാലയും കൂടെ ഉണ്ട്, അത് നമുക്ക് ഈ ഫിഷിലോട്ട് തന്നെ ചേർക്കാം. ഈ ചാറിലോട്ട് ചേർക്കാം. അപ്പോൾ വെന്ത് പറ്റുമ്പോൾ ഇതെല്ലാത്തിലും കൂടെ മിക്സ് ചെയ്തിരിക്കും. ചാറ് കളയേണ്ട, മസാലയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർത്തതാണ്, കളയണ്ട. നല്ലതുപോലെ 2 മിനിറ്റ് തിളച്ച് 2-3 മിനിറ്റ് തിളയ്ക്കണം. ഹൈ ഫയറിൽ വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിനാണോ നോക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ലോ ഫയറിൽ വെച്ച് മീനിലെ ഈ മസാല ചാറ എല്ലാം വെന്ത് പറ്റി ചേർന്ന് കുറുകിയിരിക്കുമ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ തെക്കുന്ന ചപ്പാത്തി ഞാൻ അധികം കഴിക്കാറില്ല. ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല ഒരു വിഭവമാണിത്. ആർക്കും ചാറ് വേണ്ട എന്നുള്ള പ്രശ്നവുമില്ല. ഉള്ളി, തക്കാളി എല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. ഇത് വെന്ത് പറ്റട്ടെ. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് അടച്ച് വെക്കാം. അപ്പോൾ തന്നെ നമുക്കത് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫയറിലിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ലോ ഫയറിലിരുന്ന് അത് വെന്ത് എടുക്കുമ്പോൾ നമ്മുടെ ഫിഷ്. ഇപ്പോൾ സമയം 11 മണി. ഇന്ന് ബുധനാഴ്ചയാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അടുക്കളയിൽ കയറി. ഇന്ന് മീനും അല്ലാത്ത കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് മാക്സിമം ടൈം ഇന്ന് അടുക്കളയിലായിരുന്നു. ചോറ് വെച്ചു. ഇത് ഇന്നലെ വാങ്ങിച്ചതാണ് മത്തി. ഞാൻ വറുത്തിട്ട് മുളകിട്ടു, കുടംപുളിയൊക്കെ ഇട്ട്. ബാക്കി എല്ലാ ഗ്രേവിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കുടംപുളി ഇട്ട് അങ്ങ് പറ്റിച്ചെടുത്തു. ഇത് മീൻ പീര പറ്റി. ഇന്നലെ വൈകിട്ടാണ് ഫിഷൊക്കെ കൊണ്ടുവന്നത്. പീര പറ്റിച്ചു. അത് ഇന്നലെ വൈകിട്ടെടുത്തു. ഇപ്പം ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ ചൂടാക്കാനായിട്ട് ചട്ടിയാണ് അല്പം അതിൻ്റെ വെള്ളമയമൊക്കെ കൊണ്ട് അതൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കാച്ചിയ മോര് എൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഉലുവ, കടുക്, മസാലയ്ക്ക് ഏറ്റവും നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. തൈരെടുക്കുന്നില്ല, ഇത്രയും കൂട്ടാനുണ്ട്, മതി. പിന്നെ ഇന്ന് രാവിലെ സാമ്പാർ വെച്ചു. എല്ലാം കടുവർത്തൊക്കെ ഇട്ടു. ഇത് അയല, ഇന്നലെ കൊണ്ടുവന്നാണ് അയല. 4-5 അയലയുണ്ട്. അത് ഫിഷ് റോസ്റ്റ് ചെയ്തു. മുളകിട്ട് തന്നെ കുടംപുളിയൊക്കെ ചേർത്ത് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തതായിട്ടെടുത്തു. പിന്നെ പേങ്കായ അതുകൊണ്ടുള്ളൊരു തോരൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഇനിയും 11 മണി ആയതേ ഉള്ളൂ. ഇനി എന്ന് മീനൊക്കെ കൈകാര്യം ചെയ്തതായതുകൊണ്ട് കുളിച്ച് ഒക്കെ റെഡിയായിട്ട് 12 ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. തോരൻ അയലമീനാണ്. അതിങ്ങനെ റോസ്റ്റ് ചെയ്തു. തക്കാളിയും സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടി. ഇത് സാമ്പാറാണ്. കൂടുതലും മുളക് പൊടിയാണ് ചേർത്തത്. സാമ്പാർ പൊടി ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അല്പം മല്ലിപ്പൊടിയെങ്കിൽ ഇത് നാളെ ഇനി നമുക്ക് ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കും, അതിനും ഉപയോഗിക്കാം. ഇത് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ലോ ഫയറിൽ വെച്ചിരിക്കുകയാണ്. മത്തിയാണ്, മത്തിയല്ല, നാടൻ ചാളയാണ് പീര പറ്റിച്ചത്. ഇത് കാച്ചിയ മോരിൻ്റെ ബാക്കി ഞാനത്തേതാണ്. ഇത് വറുത്ത മത്തി ഞാൻ കുടംപുളി ഇട്ട് മുളകിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ചോറ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇതൊക്കെ കൂട്ടി നമുക്ക് വീണ്ടും ഒരല്പം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഹലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുട്ടാണ്. ഗോതമ്പ് പൊടി 1 ഗ്ലാസ് ഗോതമ്പ് പൊടി വെള്ളം ഒഴിച്ച്, ഉപ്പും ചേർത്ത് ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ
സാധാരണ പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നത്. അത് സ്റ്റീമറിലായതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങായും ഒരു വലിയ ഏത്തപ്പഴം, ചെറുതാണെങ്കിൽ 2, ഞാൻ 2 ചെറിയ ഏത്തപ്പഴം കൂടെ ചെറുതായിട്ട് മുറിക്കതാണ്, അതും കൂടെ ചേർത്താണ് ഇന്നത്തെ പുട്ടുണ്ടാക്കുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് നിരത്താം. സ്റ്റീമർ 1 ഗ്ലാസ് പൊടി ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഹൈ ഫയറിൽ ഞാൻ 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ എന്താണിത് ഏത്തപ്പഴം പുട്ട്. അതിൻ്റെ കൂടെ തന്നെ വൈകിട്ടത്തെ ചപ്പാത്തിക്ക് 1 ഗ്ലാസ് പൊടിയിൽ അതും ഉപ്പും തിളച്ച വെള്ളം കൂടെ ചേർത്ത് കുഴച്ചതാണ്. ഇത് 6 ചപ്പാത്തിയുടെ മാവും കുഴച്ച് വെച്ചു. ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം.